അച്ഛാ കൊല്ലാൻ പറ്റിയ ഫേസ്. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ എമയുടെ പുറകെ പോകുന്നത്? നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ഒരു ക്രഷ് ടെസ്റ്റ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് ഐറ്റംസ് നമ്മൾ കാണിത്തരാം മക്കളെ. നോക്കിക്കോ. പഴം പോലെയാ കയറി പോകുന്നത്. ഇനിയുള്ളത് ഇതിന് ടഫാണ്. നമ്മുടെ JCB നമ്മുടെ ബെഡിൽ കയറി ഇറങ്ങാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ. കിട്ടോ? ചെറിയൊരു ഉൾഭയം. ഇത് പുതിയായിട്ടാണല്ലോ. നമ്മൾ ശരിക്കൊന്നും നോക്കണ്ടേ എന്താ ഇന്ന്. മുകളിലൊക്കെ മണ്ണ് തെറിച്ചതാണ് കേട്ടാ. നമ്മൾ ആ വീല് ഇവിടെ കുത്തിയിട്ട് കറക്കിയിട്ട് വരെ ഇതിനൊന്നും പറ്റിയില്ല. നോക്കി തട്ടുമ്പോ പൊടി പോയി കഴിഞ്ഞാ കുറച്ച് അവലോസുണ്ട വാങ്ങിച്ചിട്ട് വരാൻ. അതെന്തിനാ? ഞങ്ങൾക്ക് കടിച്ചാ പൊട്ടാത്ത ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ബെഡ് വെക്കാണ്. ഇതിന്റെ ഇടയിൽ കോഴിമുട്ടയുണ്ട്. ഇനി നമുക്ക് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി രണ്ടു ഉരുണ്ടാക്കള് പൊട്ടട്ടെ മുട്ടടി. ഇനിയിപ്പോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാ ഞാൻ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണത്? അപ്പൊ ഇനിയും കൊടുക്കാണ് നമ്മള്. കേറി നിന്നിട്ടൊക്കെ രണ്ട് ചാട്ടൊക്കെ ചാടി നോക്കാം. ശബ്ദം കേൾക്കുന്നുണ്ടോ മുട്ട പൊട്ടുന്നതിന്റെ? ഇല്ലടാ, ഒരു മുട്ട പോലും പൊട്ടിയില്ലടാ. വാസുവേട്ടാ എന്താടാ ഒന്ന് നുള്ളിക്കേ. മുള്ളാനാ? മുള്ളാനല്ല, എന്നെ ഒന്ന് നുള്ളിക്കേന്ന്. എന്തിനാടാ? ഞാൻ സ്വപ്നം കാണുകയാണോന്ന് അറിയാനാ. കേറിക്കട എല്ലാരും ബാ. ഒരെണ്ണെങ്കിലും നമുക്ക് പൊട്ടിക്കണം. ഹൈ കണ്ടില്ലേ പപ്പ ഭയങ്കര തമാശക്കാരനാ. കൊള്ളാം മാഷേ, അസലായിരിക്കുന്നു. ഇനി ഈ പടം വെച്ച് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കണം. അപ്പൊ നമ്മുടെ അണ്ണന് ഏത് കച്ചവടം വഴങ്ങുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. വർഗിച്ച യവൻ പുലിയാണ് കേട്ടാ. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും.